1 പത്രോസ് 5:7-8 വചനം പറയുന്നതല്ലേ, നിന്റെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് നിന്റെ ചുറ്റിലും നടക്കുന്നുണ്ട്. ഇപ്പൊ എനിക്കറിയാം എന്റെ ചുറ്റിലും ശത്രു ഉണ്ടെന്ന്. അതെങ്ങനെ പ്രവർത്തിക്കുന്നു, ആരിലൂടെ പ്രവർത്തിക്കുന്നു, ഏത് വിധം പ്രവർത്തിക്കുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കണം. എനിക്ക് സുവിശേഷത്തിന്റെ ജ്ഞാനം വേണം, വചനത്തിന്റെ ജ്ഞാനം വേണം, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ജ്ഞാനം വേണം. അല്ലെങ്കിൽ അതെനിക്ക് അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം, വചനം തന്നെ നമ്മളോട് പറയുന്ന കാര്യമാണ്, പിശാചിന് മാലാഖയുടെ വേഷം കെട്ടാൻ വരെ പറ്റും. അപ്പൊ മാലാഖയുടെ വേഷം കിട്ടി എന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കയ്യൊക്കെ കൂപ്പി മുട്ടൊക്കെ കുത്തി വലിയ സന്തോഷമാവില്ലേ? മാലാഖയുടെ വേഷത്തിലാണ് പിശാച് വരുന്നത്. അയ്യോ എത്ര നാളെ പ്രാർത്ഥിക്കുന്നു, മാലാഖ ഇന്നൊന്ന് കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് മുട്ടുകുത്തി അവിടെ നമ്മൾ താകാമെന്നൊക്കെ വീടും അല്ലേ? ഇങ്ങനെ ചില മാലാഖമാരുടെ വേഷം കെട്ടി തന്നെയാണ് ഇന്ന് അനേകരെ പിശാച് വഞ്ചിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് ആനന്ദം തരുന്ന, നമുക്ക് ഒരു വഞ്ചന അതിന്റെ പിന്നിലുണ്ടെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇന്ന് പിശാച് നമ്മെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്.